UDF മുനിസിപ്പൽ കമ്മിറ്റി നടത്തുന്ന അതിക്രമമാണ്. മുൻകൂട്ടി നോട്ടീസ് പോലും കൊടുക്കാതെ വേറൊരു ഡേറ്റ് കാണിച്ച് പരസ്യം ചെയ്ത് അന്ന് നടത്താതെ പോലീസിനെ പോലും അല്ലെങ്കിൽ ഓഫീസിനെ പോലും അറിയിക്കാതെ നടത്തുന്ന ഉപരോധം ഒന്ന് പരാജയവിധി മൂലമാണ്, അന്ന് മാത്രമല്ല അത് അതിക്രമമാണ്. അത് അവസാനിപ്പിക്കാൻ അവർ തയ്യാറാവണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ സത്യം വല്ലതുണ്ടോ ഈ വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട്? ഒരു സത്യമില്ല എന്നുള്ളത് ഇന്നലെ ഏരിയ സെക്രട്ടറി തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരാജയപ്പെടുമെന്ന് ഉള്ളതിന് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്, അത് വോട്ടർ പട്ടികയിൽ ചേരാൻ വേണ്ടിയിട്ട്. ഈ അതിക്രമം അവസാനിപ്പിക്കാൻ മുനിസിപ്പൽ കമ്മിറ്റി, അതായത് UDF മുനിസിപ്പൽ കമ്മിറ്റി തയ്യാറാവണം. സെക്രട്ടറി ഇന്ന് ലീവാണെന്ന് അറിഞ്ഞിട്ടും ഭിന്നശേഷിക്കാരനായ സെക്രട്ടറി ഇൻചാർജുള്ള ഉദ്യോഗസ്ഥനെ മണിക്കൂറുകൾ ആയി മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവണത UDF നല്ലതല്ല. അത് ജനം തിരിച്ചറിയും, അവരെ ചവറ്റുകൊട്ടയിൽ എറിയുമെന്ന കാര്യത്തിൽ തർക്കം. ഞങ്ങൾ നിരന്തരമായി ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ UDF ആളുകൾ വോട്ടുകൾ ചേർത്താൽ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് ID കാർഡ് കൊണ്ടുപോവാ, റേഷൻ കാർഡ് കൊണ്ടുപോവാ, മറ്റേ സാധനം കൊണ്ടുപോവാ, രേഖകൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു വിട്ടുകയും LDF ആളുകൾ ചേർക്കാമെന്ന ഒരു ഇയറിംഗ് പോലും ഇല്ലാണ്ട് ഇഷ്ടംപോലെ വോട്ടുകൾ ഇവിടെ ചേർത്തിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ മാറ്റിവെച്ചു. രണ്ടാമത് നമ്മൾ വാർഡുകളിൽ നിന്ന് വാർഡ് വിഭജനം നടത്തിയപ്പോൾ 2 വാർഡിലായി ഇരിക്കുന്ന ആളുകളെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത സാധനം, ആ സാധനം കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. അത് അന്വേഷണ റിപ്പോർട്ട് കറക്റ്റായിട്ട് ഇന്ന വാർഡിലാണ് താമസം, ഇന്ന വീട്ടിൽ നമ്മൾ താമസിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അത് ഷിഫ്റ്റ് ചെയ്യാണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടറി, സൂപ്രണ്ടാണ് അതിൽ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത്. സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ അത് ഷിഫ്റ്റ് ചെയ്യാണ്ട് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ 1-ാം വാർഡിലും എൻ്റെ ഭാര്യയും 2 മക്കളും കിടക്കുന്നത് 4-ാം വാർഡിലാണ്. വാർഡ് വിഭജനം നടത്തിയപ്പോൾ 4-ാം വാർഡിലായിരുന്നു. ഷിഫ്റ്റ് ചെയ്യാൻ കൊടുത്ത എൻ്റെത് മാത്രം ഷിഫ്റ്റ് ചെയ്യും, എൻ്റെ ഭാര്യൻ്റെ മക്കളെയും ഇവിടെ 4-ാം വാർഡിൽ നിലനിർത്തിക്കൊണ്ടാണ്. അതുപോലെ എൻ്റെ വാർഡിൽ 11 ആളുകളെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, ഒരെണ്ണം പോലും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പല വാർഡുകളിൽ നിന്നും CPM ആളുകളെ നമ്മൾ മറ്റു വാർഡുകളിലേക്ക് മാറ്റി ചേർക്കുകയാണ്. ഈ വോട്ടർ പട്ടികയിൽ എൻ്റെ വാർഡിൽ തന്നെ പറയും 4-ാം വാർഡിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള ആളെ ഈ പുതിയ വോട്ടർ ലിസ്റ്റ് വന്നപ്പോൾ 1-ാം വാർഡിലേക്ക് മാറ്റി ചേർത്തിരിക്കുകയാണ്. അതുപോലെ വോട്ടർ പട്ടികയിൽ വ്യക്തമായ രീതിയിൽ വെട്ടിനിരത്തിൽ നടത്തിക്കൊണ്ട് അവർക്ക് സ്വാധീനമില്ലാത്ത വാർഡുകളിൽ അല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന വാർഡുകളിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നിന്നും മറ്റ് വാർഡുകളിൽ നിന്നും ആളുകളെ ഈ ഇതിലേക്ക് ചേർത്തുകൊണ്ട് കള്ള വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്തത്. ഭരണകൂടവും ഈ നഗരസഭാ ഉദ്യോഗസ്ഥരും കൂടി ഇവിടെ കള്ള വോട്ടിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സെക്രട്ടറി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സൂപ്രണ്ടിനെ കണ്ടത്. സൂപ്രണ്ട് ഇതിന് പൂർണ്ണമായ ഉത്തരവാദി സൂപ്പറാണ്, സൂപ്രണ്ടാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് സൂപ്രണ്ടിനടുത്താണ്. ഈ സൂപ്രണ്ടാണ് പൂഴ്ത്തി വെച്ചിട്ടുള്ളത്.